ശ്ലോകം 8 പാർട്ട് 3 ആയിട്ട്. ത്വൽഭക്തമൗലിരഥസോഭിചലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേക രഹിതോ ലളിതം ചചാരാം. അങ്ങ് അനുഗ്രഹങ്ങൾ നൽകി മറഞ്ഞതിൽ പിന്നീട് ഭഗവത്ഭക്തന്മാരുടെ ശിരോലങ്കാരമായിരിക്കുന്ന വിദ്യാധര ചക്രവർത്തി, അതായത് ചിത്രകേതു രാജാവ്, സന്തുഷ്ടചിത്തനായി വിഷയാദികളിൽ ആസക്തിയില്ലാത്തവനായി സുന്ദരികളായ വിദ്യാധരിമാരല്ലെങ്കിൽ ദേവഗായികകളെ കൊണ്ട് അങ്ങയുടെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെക്കുറിച്ച് ആലപിപ്പിച്ചുകൊണ്ട് അനേക ലക്ഷം സംവത്സരം ഓരോരോ ലോകങ്ങളിൽ സഞ്ചരിച്ചു. ശ്ലോകം 9. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൗപ്യഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. വിദ്യാധര ചക്രവർത്തിയായ ചിത്രകേതു വിദ്യാധര സുന്ദരികളോടൊത്ത് വിമാനത്തിൽ കയറി ഓരോരോ ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അത്യന്തം സംഘനിവൃത്തിക്കായി അങ്ങയുടെ പ്രേരണയാൽ കൈലാസപർവ്വതത്തിൽ പ്രവേശിച്ചു. അപ്പോൾ സനകാദികളുടെ നടുവിൽ സൃഷ്ടിസ്ഥിതി സംഹാര കർത്തൃഭൂതയായ സാക്ഷാൽ മഹാമായയാകുന്ന ഉമാദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന കാമാരിയായ ശിവനെ കണ്ടു. സകല ജനങ്ങളുടെയും മനസ്സിനെ വിഷയാദികളിൽ ആകർഷിപ്പിച്ച് മായാമോഹിതനാക്കുന്ന കാമദേവനെ നെറ്റിക്കണ്ണാൽ ചുട്ടരിച്ചവനും മഹാജ്ഞാനിയും പരബ്രഹ്മസ്വരൂപിയുമായ അങ്ങ് പ്രാകൃതന്മാർ പോലും മറ്റ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ മടിക്കുന്ന ഭാര്യാലാളന രൂപമായ പ്രവൃത്തി ജ്ഞാനികളായ മുനിജനങ്ങളുടെ മധ്യത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് കഷ്ടം തന്നെയെന്ന് അഹങ്കാരം കൊണ്ട് പരമാർത്ഥ ജ്ഞാനമില്ലാതെ പരിഹസിച്ചു. പരമേശ്വര നിന്ദ കേട്ടു കുപിതയായ മഹാമായ നീ അഹങ്കാരിയായ അസുരനായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ പാർവതീദേവിയുടെ ശാപം കൊണ്ടാണ് ഈ ചിത്രകേതു മഹാരാജാവ് പുനർജന്മത്തിൽ വൃത്രാസുരനായി മാറിയത്. ഇനി ആ കഥ. ശ്ലോകം 10. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. ശ്രീപാർവതിയാൽ ശപിക്കപ്പെട്ട വിദ്യാധര ചക്രവർത്തി ശാപമോക്ഷം അപേക്ഷിക്കാതെ തന്നെ അവിടെ നിന്നും പോയി. ഭഗവത് ഭക്തനായ അവൻ ശത്രുവാകുന്ന ഇന്ദ്രൻ്റെയും കൂടി അജ്ഞാനത്തെ ആത്മതത്വോപദേശത്താൽ ദൂരീകരിച്ച് വൈകുണ്ഠം പ്രാപിച്ചു. വൃത്രാസുരൻ്റെ ആ കഥ നേരത്തെ നല്ലപോലെ വിശദീകരിച്ച് പറഞ്ഞു തന്നു ഭാഗവതത്തിൽ നിന്നെടുത്ത്. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ മൂത്തവനായ മരീചിയിൽ നിന്ന് കശ്യപ പ്രജാപതി ജനിച്ചു. കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷൻ്റെ പുത്രിമാരിൽ ജ്യേഷ്ഠത്തിയായ അതിഥിയിൽ 33 പുത്രന്മാരുണ്ടായി. അവരിൽ ഏറ്റവും മൂത്തവനാണ് ഇന്ദ്രൻ. അതിഥിയുടെ 12 പുത്രന്മാർ ആദിത്യന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ദ്രൻ്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതിരുന്ന ത്വഷ്ടാവ്, അതായത് വിശ്വരൂപൻ്റെ അച്ഛൻ, ഇന്ദ്രനെ ത്വഷ്ടാവെന്ന് പറഞ്ഞാൽ അതിഥിയുടെ മകൻ തന്നെ, ഇന്ദ്രനെ വധിക്കുവാനായി രോചന എന്ന അസുര സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച അവളിൽ വിശ്വരൂപൻ എന്ന പുത്രനെ ജനിപ്പിച്ചു. വിശ്വരൂപന് 3 തലകളുണ്ടായിരുന്നു. അതുകൊണ്ട് ത്രിശിരസ് എന്ന് വിളിക്കപ്പെട്ടു. വിശ്വരൂപൻ ബ്രാഹ്മണനായിരുന്നിട്ടും അമ്മ അസുര സ്ത്രീ ആയതിനാൽ അസുരന്മാരോട് കൂറ് പുലർത്തിയിരുന്നു. അങ്ങനെ ഈ ഇത് അവർക്കും കൂടി, അസുരന്മാർക്കും കൂടി കൊടുത്തു. അത് കണ്ട് ഇന്ദ്രൻ മനസ്സിലാക്കി വിശ്വരൂപനെക്കുറിച്ച് ഭയപ്പെട്ട് ഇന്ദ്രൻ ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആ ത്രിശിരസിൻ്റെ അല്ലെങ്കിൽ ആ വൃത്രൻ്റെ അല്ലെങ്കിൽ എന്താ അതിന് പറയുക, ത്രിശിരസിൻ്റെ 3 തലകളും അറുത്തു കളഞ്ഞു. തൻ്റെ ധർമ്മിഷ്ഠനായ പുത്രനെ ദേവേന്ദ്രൻ ഒരു കാരണവുമില്ലാതെ കൊന്നുകളഞ്ഞതുകൊണ്ട്
ചതിച്ചു കൊല്ലുമായിരുന്നു. അതുകൊണ്ട് കുപിതനായ ത്വഷ്ടാവ് അഥർവണ മന്ത്രം കൊണ്ട് ഹോമം തുടങ്ങി. അഭിചാര ഹോമം എന്നൊക്കെ പറയും. 8-ാം ദിവസം രാത്രി ഹോമകുണ്ഡത്തിൽ നിന്ന് അതിതേജസ്വിയായ ഒരു പുരുഷൻ ജനിച്ചു. ചിത്രകേതു എന്ന വിദ്യാധര ചക്രവർത്തിയുടെ പുനർജന്മമാണത്രേ യാഗാഗ്നിയിൽ നിന്നും അസുരരൂപിയായി ആവിർഭവിച്ച ആ പുരുഷൻ. അവന് വൃത്രൻ എന്ന് പേരിട്ടു. ഇന്ദ്രനിഗ്രഹാർത്ഥം നിയോഗിച്ചു, ഇന്ദ്രനെ കൊല്ലാനായിട്ട് നിയോഗിച്ചു. എന്നാൽ വൃത്രനുമായി സഖ്യം ചെയ്ത് അവന് പകുതി ആസനം നൽകി ഇന്ദ്രൻ വൃത്രനെ ചതിയിൽ വധിക്കുകയാണ് ചെയ്തത്. 11-ാമത്തെ ശ്ലോകം. ത്വൽസേവനേന ദിതിരീന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോപി ലേപേ ദുഷ്ടാശയേപി ശുഭദൈവഭവൻ നിഷേവ തത്താദൃശസ്തവമാം പവനാലയേശാം. അസുരമാതാവായ ദിതി സ്വഭർത്താവായ കശ്യപ പ്രജാപതിയെ പ്രസാദിപ്പിച്ചിട്ട് ഇന്ദ്രനെ വധിക്കുവാൻ സമർത്ഥനായ ഒരു പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ദ്ര സുഹൃത്തുക്കളായ മരുത്തുക്കൾക്കാണ് ജന്മം നൽകിയത്. ഈ സ്ഥിതിയിൽ ദുഷ്ടമായ ചിന്തയോടുകൂടി ഭഗവാനെ ഭജിച്ചാലും ശുഭഫലമുണ്ടാകുന്നതായി കാണാം. ഇപ്രകാരമുള്ള മാഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെയും കാത്തുരക്ഷിക്കണേ എന്ന പ്രാർത്ഥന. ബാക്കി ദിദിയുടെ മക്കൾ, ബാക്കിയുള്ള മരുത്തുക്കൾ എങ്ങനെ ഉണ്ടായെന്നൊക്കെ ഞാൻ കഥ പറഞ്ഞു തന്നിരുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സമർപ്പണം സമാപിച്ചു. ഹരി ഓം.